മൂർഷേ ഇന്നിപ്പോൾ കൊണ്ട് വരിക ഹൈദരാബാദി ബിരിയാണി കഴിച്ച് പോവുക, അല്ലാതെ ജയിക്കാന്നുള്ള പ്രതീക്ഷയിലൊന്നും നിങ്ങൾ വരണ്ട. ആകെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ സാമും മറ്റേ ബേർസ്റ്റൊക്കെ ആണെങ്കിൽ പോയും ചെയ്ത് ഇനിയിപ്പോൾ PB കേസിന് ഒന്നും നോക്കാനില്ല, ഒന്നും പ്രതീക്ഷയില്ല. ഞങ്ങൾ ബിരിയാണി തിന്ന് പോവാ, ഞങ്ങൾ ജയിക്കുന്നു, 2ാം സ്ഥാനം ഞങ്ങൾ റെഡിയാക്കി ക്വാളിഫയർ കളിച്ചു. ഞങ്ങൾ കഴിഞ്ഞ കളിയിൽ പണി കെടുത്തത് ആർക്കാൻ അറിയാം? രാജസ്ഥാൻ റോയൽസ്. അവരിപ്പോ എല്ലാവരും പണി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. എരന്ന് വാങ്ങാ പണി, എരന്ന് വാങ്ങലാണ് അവർ പണി. കിഡിലൻ വിജയം. അപ്പൊ അങ്ങനത്തെ ഒരു പണി കൊടുക്കൽ നിങ്ങൾക്കും തരും. നിങ്ങളെ 2ാം സ്ഥാനം മോഹൊക്കെ വെറുതെ. ഞങ്ങളെ കൊണ്ട് കഴിയണം എന്താണ് നിങ്ങളെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ടീമില്ലല്ലോ, എല്ലാവരും പോയില്ലേ? ഉള്ളവരൊക്കെ പോയി. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ട് അവിടെ. ജിതേഷ് ശർമ്മ. ഈ IPL ഏതെങ്കിലും ഒരു കളിയിൽ ഒറ്റ കളിയിൽ മൂപ്പരൊന്ന് ഫോം ആയിക്കണം ഇല്ലല്ലോ. അതാണ് അവസ്ഥ. എന്നിട്ടാണ് നിങ്ങൾ നോക്കണ്ട. അല്ലാതെ തന്നെ നല്ല പ്ലേയേഴ്സ് ഞങ്ങൾക്ക് ഉണ്ട്. പ്രഭ്സിമ്രാൻ ഉണ്ട്, ശശാങ്ക് ഉണ്ട്, ആശുതോഷ് ഉണ്ട്. പിന്നെ ബൗളിംഗിലേക്ക് വരുമ്പോ ഹർഷൽ പട്ടേൽ ഉണ്ട്, രാഹുൽ ചഹർ ഉണ്ട്. സൂപ്പർ പ്ലേയേഴ്സ് ആണ്. എന്നിട്ടാണല്ലോ അങ്ങനെ പുറത്തായി നിൽക്കുന്നത്. എത്ര സ്ഥാനത്ത്? 10ാം സ്ഥാനത്ത്, 9ാം സ്ഥാനത്ത്. അതൊന്നും പ്രസക്തി ഇല്ല. അതുപാട് തീരുമാനമായല്ലോ. അതാണ് ഇന്നത്തെ മത്സരത്തിൽ നിങ്ങളെ പരാജയപ്പെടുത്തുന്നു, ഞങ്ങൾ തല ഉയർത്തിക്കാണ്ട് മടങ്ങുന്നു. അതാണ് ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്യാനുള്ള കാര്യം. ഞങ്ങൾ ചെയ്യും. നിങ്ങൾ ആകെ തല ഉയർത്താനാണ് ഇപ്പൊ ഇറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങാതിരുന്നൂടെ? അല്ല, നിങ്ങളെ 2ാം സ്ഥാനം കൊളാക്കിയ പോലെ ഞങ്ങള് തല നല്ല തലയിക്കാരം, തല്ലലേക്കാരം. നിങ്ങളെ രണ്ടാൾക്കാരെടുത്തിട്ട് അത് കഴിഞ്ഞു. തന്നെ ഉള്ളൂ. നിങ്ങളെ ടീമൊക്കെ എക്സ്പോസ് ആയതാണ്. ഹെഡും അഭിഷേകും ചേർന്നിട്ടുള്ള ഒരു മാസം തുടക്കം. ഒരു മാസമില്ല. പിന്നെ പിന്നാലെ ക്ലാസനും ഇവരൊക്കെ കൂടി മിഡില് 1-2 കളികൾ ഞങ്ങൾ തോറ്റിട്ടുണ്ട്. ശരിയാ, എന്നല്ലാതെ ബാക്കി കളിയൊക്കെ എന്നാ പിന്നെ എങ്ങനെ ഞങ്ങൾ ഇവിടെ 3ാമതാളുള്ള ഉള്ളത് 2ാമതാക്കാൻ ഞങ്ങൾ നോക്കണേ. ബാക്കിയുള്ളവരും തോറ്റില്ലേ? എല്ലാരും കൂടി തോറ്റ കളി നടക്കൂലല്ലോ. ഒരു കളി ഒരു ടീം തോൽക്കും, മറ്റേ ടീം ജയിക്കൂല. ആദ്യം ഭയങ്കര സംഭവം തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായി. ഇപ്പോഴും നല്ല സംഭവമാണ്. അത് മാറിയാണ്. ആദ്യത്തെ 2 ആൾക്കാരെ ഞങ്ങൾ ജയിച്ച കളി കണ്ടിരുന്നു. അതന്നെ പറഞ്ഞത്. ആ ഓപ്പണർമാർ അടിച്ചിട്ടല്ലേ? ഓപ്പണർമാരുടെ ഞങ്ങൾ ഓപ്പണർമാരെ എല്ലാവർക്കും പേടിയാ. ബാക്കി ആരും ഫോമിലല്ല. അത് ഫസ്റ്റത്തെ കുറച്ച് കളിയില കുറച്ച് ആൾക്കാർക്ക് കളിച്ചിരുന്നല്ല. അതിപ്പോ ആരും ഫോമില്ല. പിന്നെ നിങ്ങൾ എത്ര റൺ എടുത്താലും നിങ്ങളെ ബോളർമാരെ വാങ്ങാനുണ്ട്. അത് വേറെ കാര്യം. ഇതൊക്കെ പറഞ്ഞിട്ട് വിചാരിച്ചു ഞങ്ങള് 10ാമതും നിങ്ങൾ 2ാമതാണ്. നിങ്ങള് ആദ്യത്തെ കുറച്ച് കളികൾ ജയിച്ചെന്നല്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പഞ്ചാബിന്റെ ഒരു ആത്മവിശ്വാസം. അതിന്റെ അടിയിൽ നിങ്ങൾ എക്സ്പോസ് ആയി. നിങ്ങളെ ദൗർബല്യം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അത് ഞങ്ങൾ മുതലെടുക്കും. ഇപ്പൊ കഴിഞ്ഞ കളിയിൽ കേവലം 2 റണ്ണിന് മാത്രമാണ് നിങ്ങളോട് ഞങ്ങൾ തോറ്റിട്ടുള്ളത്. നല്ല സൂപ്പർ ആയിട്ട് അങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾ ലാസ്റ്റ് വരെ കൊണ്ടുപോയിക്കാണ്ട് പല കളികളും തോറ്റിട്ടുണ്ടാവും. അത് നിങ്ങളെ കഴിവില്ലായ്മ. അതും പറഞ്ഞ് ഞങ്ങളെ മേത്തൊക്കെ വരണ്ട. ആദ്യം കളിച്ചപ്പോഴും നിങ്ങൾ അങ്ങനെ തോറ്റക്കാണ്. എന്നിട്ടാണ് ഈ വർത്താനം. ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്തിയ പോലെ അത് ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബിന്റെ അടുത്തുനിന്നുണ്ടാവും. ജിതേഷ് ശർമ്മന്റെ ക്യാപ്റ്റൻസിയിലുള്ള ആദ്യ മത്സരമാണ്. അതിന്റെ ചൂട് നിങ്ങളെ സാർച്ചെന്നറിയും.